അല്ലല്ല, അത് രണ്ടാണ്, രണ്ടും ഒന്നാക്കണ്ട. അത് നിങ്ങളുടെ താല്പര്യമാണ്. പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിക്കൊണ്ട് പോയി ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം ഭക്ഷിച്ച ആൾ കുറച്ച് കഴിയുമ്പോഴേക്ക് BJP ആയിട്ട് മാറുന്നു. അതിൽ മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് പ്രേമേന്ദ്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഭക്ഷണം അതിങ്ങനെ നിർദോഷമായ രീതിയിൽ ഭക്ഷണം കൊടുത്തതല്ല. അത് നേരത്തെ പറഞ്ഞത് ഇതും രണ്ടും കൂട്ടിച്ചേർക്കണ്ട. അപ്പോൾ ആ ഡ്രൈവർ ശരിയല്ലാത്ത രീതിയിലുള്ള ചില ആംഗ്യങ്ങൾ കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നം അത്. അപ്പോഴാണ് ചോദ്യം ചെയ്യാൻ പോയത്. തിരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയൊരു പത്രസമ്മേളനം ഇപ്പോഴും ചേരുന്നത്. കേരളത്തിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അവസാനിച്ചു. വോട്ടെണ്ണൽ ജൂൺ 4-നാണ് നടക്കാൻ പോകുന്നത്. യഥാർത്ഥ ഫലം അപ്പോഴും മാത്രമേ ശരിയായ രീതിയിൽ വ്യക്തമായി നമുക്ക് പിന്നീട് വിശകലനം ചെയ്യാൻ സാധിക്കുള്ളൂ. അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള വോട്ടെടുപ്പ് തുടർന്ന് വരികയാണ്. BJP ദുർബലമാവുന്ന സ്ഥിതിയാണ് വോട്ടെടുപ്പ് കഴിയുന്ന ഓരോ സന്ദർഭത്തിലും കൂടുതൽ വ്യക്തമാവുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സഖ്യകക്ഷികളെ തേടി BJP NDA വിഭാഗം അലഞ്ഞു നടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകളെ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് ആളുകളെ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഭീഷണിയും മറ്റു കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്ന ഈ സന്ദർഭത്തിൽ മോഡിയുടെ ഗ്യാരണ്ടിയും അതായിരുന്നു വലിയ പ്രചാരവേല. ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് ബോധ്യപ്പെട്ടതോടെ വർഗീയ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് BJP നേതൃത്വം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വർഗീയ ധ്രുവീകരണ ശക്തികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. വടകര ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ വർഗീയ ധ്രുവീകരണ ശക്തികൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള വർഗീയതയ്ക്കെതിരായി പൊരുതുന്ന ശക്തികൾക്കെതിരായിട്ടാണ് ധ്രുവീകരണത്തിന് BJPയും സംഘപരിവാരും ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിലയാണ് വടകര പോലെയുള്ള മേഖലയിൽ കാണുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മതസൗഹാർദ്ദം നിലനിർത്താനും വർഗീയ ധ്രുവീകരണത്തിന് നടത്തുന്ന ശ്രമങ്ങളെ ഫലപ്രദമായിട്ട് ജനങ്ങളിൽ തുറന്നു കാണിക്കാനും ആവശ്യമായ നീക്കം അത്തരം മേഖലയിൽ നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ തിരക്ക് പിടിച്ച് ഉണ്ടാക്കിയത് വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി തന്നെയാണ്. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും പൂർത്തിയാകുന്നതിന് മുമ്പ് സംഘടിപ്പിച്ചതും ഈ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്നിട്ടും രക്ഷയില്ല എന്ന് വന്നപ്പോഴാണ് പച്ചയായ വർഗീയ പ്രചാരണവുമായി മോഡി തന്നെ പരസ്യമായി രംഗത്ത് വന്നു. ഹിന്ദുക്കൾ സ്വരൂപിക്കുന്ന സമ്പത്ത് കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന വിഭാഗത്തിൻ്റെ പരാമർശത്തോടെ മുസ്ലിങ്ങൾ അതെല്ലാം വീതിച്ചു കൊടുക്കാനാണ് പോകുന്നത് എന്ന സ്പിരിറ്റിൽ ഏതെങ്കിലും രാജസ്ഥാനിലൊരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല തുടർച്ചയായിട്ട് ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേരളത്തെ അപമാനിക്കാൻ എന്തെല്ലാം സാധ്യതകളാണോ ഉള്ളത്
അത് ഈ BJP സംഘപരിവാർ വിഭാഗം വളരെ ശക്തിയായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേത്ര വരുമാനത്തിൻ്റെ 98.2% മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുകയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് ചാനൽ ചർച്ചയിൽ BJPയുടെ വക്താവ് സഞ്ജു വർമ്മ, അയാൾ ദേശീയ വക്താവാണ്, വളരെ വ്യക്തതയോടുകൂടി സാധാരണ എല്ലാം നടക്കുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ടൊരു കണക്ക് അവതരിപ്പിക്കുകയാണ്. 98.2% ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഈ പങ്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് കള്ളപ്രചാരവേല നടത്തുക. നമുക്കറിയാം, ഇവിടെ കേരളത്തിൽ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം 5 ദേവസ്വം ബോർഡുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു പൈസയും ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നില്ല. ദേവസ്വം ബോർഡുകൾക്ക് അങ്ങോട്ട് പണം കൊടുക്കുന്ന നിലയാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് കേരളത്തിൽ BJPക്കാർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ക്ഷേത്ര ഭരണങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം ഗവൺമെൻറ് ഖജനാവിലേക്ക് എടുക്കുന്നു എന്നാണ്. അപ്പോൾ ഗവൺമെൻറ് ഖജനാവിലേക്ക് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ശബരിമല ഉൾപ്പെടെയുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പണം ഗവൺമെൻറ് ഓരോ വർഷവും ക്ഷേത്ര ഉത്സവം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് വേണ്ടി കൂടുതൽ ചിലവാക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. അപ്പോഴാണ് ഈ സഞ്ജു വർമ്മ പറയുന്നത് 3578 ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് ഭരിക്കുകയാണ്, അതിൽ 590 കോടി രൂപയുടെ വരുമാനമുണ്ട്. ഈ വരുമാനത്തിൻ്റെ 98.2% ഹിന്ദുക്കൾക്ക് നൽകാതെ മുസ്ലിങ്ങൾക്ക് നൽകുകയാണ് എന്ന് മാത്രമല്ല, ഹിന്ദു സ്ത്രീകളാണ് ഈ ക്ഷേത്രങ്ങളിലുള്ള വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കുന്നത്. അവരുടെ മാല, അവരുടെ വരുമാനം, വള, താലിമാല ഒക്കെയാണ് നൽകുന്നത്. അപ്പോൾ മോഡി പറഞ്ഞതിനെ ശരിയായ രീതിയിൽ ഞങ്ങൾ ഈ കേരളത്തിൻ്റെ അനുഭവം വെച്ച് വിശദീകരിക്കുകയാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇത്രയും പണം 98.2%, അതും അവർ പറയുന്നത് 590 കോടിയോളം വരുമാനമുള്ളത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കള്ളപ്രചരണമാണ്. കള്ളപ്രചരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു തരത്തിലുള്ള വസ്തുതയില്ലാതെ വെറുതെ കെട്ടിപ്പൊക്കി ഒരു കളവുണ്ടാക്കുക, ആ കളവ് വ്യാപകമായി പ്രചരിപ്പിക്കുക. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പോൾ പാർട്ടി കാണുന്നത് ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ മറികടക്കുന്നതിന് രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾ തീർച്ചയായും ജാഗ്രത പാലിക്കണമെന്നും, ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രാജ്യത്ത് മതനിരപേക്ഷ സർക്കാർ രൂപം കൊള്ളുന്ന സാധ്യത ഉണ്ട് എന്നുള്ളതുമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ സ്ഥിതി പൊതുവായിട്ട് പരിശോധിച്ചപ്പോൾ കേരളത്തിലെ LDFനെ ദുർബലപ്പെടുത്തുക എന്ന അജണ്ടയാണ് BJPയും കോൺഗ്രസും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിന് തയ്യാറായിട്ടുള്ളത് എന്ന് തന്നെ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ആ ഒരു പ്രഭ ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും അതുപോലെ രാഹുൽ ഗാന്ധിക്കുമില്ല എന്നെല്ലാവർക്കും അറിയാം. വയനാടിൻ്റെ വികസനത്തിന് യാതൊരു തരത്തിലും ഇടപെടാതിരുന്ന രാഹുൽ ഗാന്ധിക്കെതിരായ പ്രതിഷേധം സ്വാഭാവികമായിട്ടും അവിടെ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറപ്പിക്കുക എന്ന നിലയിൽ തൃശ്ശൂരിൽ പ്രകടമായി പാർട്ടിക്കെതിരായി EDയും ITയും ഒക്കെ യാതൊരു മറയുമില്ലാതെ ഇടപെടുന്ന നിലയാണ് ഉണ്ടായത്. അവിടെ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന നിലയുണ്ടായി.
പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി പ്രാവശ്യം കേരളത്തിലെത്തുകയും തൃശ്ശൂരെത്തുകയും കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് തന്നെ വഹിക്കുകയും ചെയ്തു. സ്വാഭാവികമായി ഇവർ അവതരിപ്പിച്ച കള്ള പരാതികൾ, പ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളത് സത്യമാണ്. LDFിൻ്റെ വിജയം തടയുന്നതിന് വേണ്ടി BJPയുമായി പോലും കൂട്ടുകെട്ടുണ്ടാക്കുന്നതിനൊരു മടിയും UDF കാണിച്ചിട്ടില്ല. അതിൻ്റെ വളരെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വടകര നിയോജക മണ്ഡലത്തിൽ BJPയുടെ വോട്ടുകൾ UDFന് നൽകണമെന്ന ധാരണ പരസ്യമായി തന്നെ അതിൻ്റെ പ്രവർത്തകർ പറയുന്ന സ്ഥിതിയിൽ എത്തുകയുണ്ടായി. ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാമെന്ന വാഗ്ദാനവും സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന ഉറപ്പുകൂടി വന്നപ്പോൾ അതിന് കുറേയും കൂടി സ്ഥിരീകരണം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. വർഗീയ പ്രചരണത്തിലും ഈ മണ്ഡലം ശക്തിയായി അശ്ലീല പ്രചാരവേല ഉൾപ്പെടെ നടത്തുന്നതിലും എന്ന് പറഞ്ഞാൽ സാധാരണ രാഷ്ട്രീയ പ്രചരണത്തിന് പകരം വ്യക്തിഗതമായി അധിക്ഷേപിക്കുക, തുറന്ന രീതിയിലുള്ള അശ്ലീല പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക, ഇങ്ങനെയെല്ലാം ധ്രുവീകരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടക്കുകയുണ്ടായി. എന്നാൽ ഇതിനെയെല്ലാം ജനങ്ങൾ ഫലപ്രദമായി തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരായി അതിൻ്റെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന അക്കൗണ്ട് തന്നെ മരവിപ്പിക്കുന്ന നിലയും തൃശ്ശൂർ പൂരം തന്നെ അലങ്കോലപ്പെടുത്തി എന്ന രീതിയിലുള്ള വ്യാപകമായ കള്ളപ്രചാരവേദിയും ഇതെല്ലാം ഉണ്ടായെങ്കിലും അവിടെ BJPക്ക് 3-ാം സ്ഥാനത്തെത്താൻ മാത്രമേ സാധിക്കുള്ളൂ എന്നും തൃശ്ശൂർ വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരും, വടകര പോലെ തന്നെ എന്നുമാണ് പാർട്ടി കാണുന്നത്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞ പ്രശ്നം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 77.67% 71.16% ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടർമാർ പൊതുവെ പോളിംഗ് ബൂത്തിലെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് പരമ്പരാഗതമായി UDFന് സ്വാധീനമുള്ള മേഖലകളിലാണ്. അതിനാൽ ശതമാനത്തിലുണ്ടാകുന്ന കുറവ് ഈ തെരഞ്ഞെടുപ്പിൽ UDFനെയാണ് ബാധിക്കുക എന്നതിൽ സംശയമില്ല. രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇടതുപക്ഷത്തെ അംഗസംഖ്യ പാർലമെൻറ്റിൽ വർദ്ധിപ്പിക്കുന്നതിനും വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ടെടുപ്പിൽ സജീവമായി പങ്കെടുക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. പൊതുജനങ്ങൾ പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പാർലമെൻറ്റിൽ ജയിച്ചാലും തോറ്റാലും മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് ഇടതുപക്ഷത്തിന് കരുത്തുണ്ടാവണമെന്ന നിലപാട് ജനങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുണ്ട്. BJPയും കോൺഗ്രസും പിന്തുടരുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ ജനപക്ഷത്തു നിന്ന് പോരാടുന്ന ഇടതുപക്ഷം തന്നെയാണ്. ഇക്കാര്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
അത്തരം ചിന്തയും ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് ഘടകമായി തീരുകയാണ് ചെയ്തത്. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം 18 MP-മാർ UDF-ൻ്റെ ഭാഗമായിട്ടുള്ളപ്പോഴും കേരളത്തിനെതിരായ നിലപാടിനെ പ്രതിരോധിക്കാനോ കേരളത്തിൻ്റെ ശബ്ദം തന്നെ പാർലമെൻറ്റിൽ ഉയർത്താനോ അവർക്ക് സാധിച്ചില്ല എന്നുള്ള കാര്യം ജനങ്ങളുടെ ചിന്തയിൽ നല്ലതുപോലെ രൂപപ്പെട്ടിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷവാദികളുമെല്ലാം പൊതുവെ ഇടതുപക്ഷവുമായി ഐക്യപ്പെട്ടു. അതിൻ്റെ കൂടി നേട്ടങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൂൺ 4 മാത്രമേ പൂർണ്ണമായ അർത്ഥത്തിൽ ജയം സുവ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ജൂൺ 4-ാം തീയതിക്ക് മുമ്പ് പറയുന്ന കാര്യങ്ങളിലെല്ലാം അത്രത്തോളമാണ് വസ്തുനിഷ്ഠമായിട്ട് കാര്യം ശരിയായി എന്ന് പറഞ്ഞാൽ ആരാണ് ജയിക്കുക ആരാണ് തോക്കുക എന്നുള്ളത് വസ്തുനിഷ്ഠമായി കഴിഞ്ഞു. ആ വസ്തുനിഷ്ഠവുമായി നമ്മുടെ ബോധത്തെ പൊരുത്തപ്പെടുന്ന പ്രക്രിയ മാത്രമേ ബാക്കിയുള്ളൂ. അത് 4-നേ പൂർണ്ണമാവുള്ളൂ. എന്നാൽ കേരളത്തിൽ ഒരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷ സീറ്റ് നേടാനാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കുന്നില്ല. ഏതായാലും നല്ല ഒരു മുന്നേറ്റം ഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്ന നില ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മാധ്യമങ്ങളെല്ലാം ചേർന്ന് EP ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയിട്ടുള്ള പത്രപ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കാര്യം പരിശോധിച്ചു. അത് സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ BJP നേതാവിനെ ഏതാണ്ട് 1 വർഷം മുമ്പ് നേരിൽ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സഖാവ് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വലിയ പ്രചാരവേല കുറേ ദിവസമായിട്ട് 26-ാം തീയതി മുതൽ കേരളത്തിലുടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മളെല്ലാം കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യശാസ്ത്ര കരുത്ത് മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉള്ളൂ എന്ന് ഒരുതരം പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞത് ആസൂത്രിതമായ ചില നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. വാർത്തകൾ സന്നിവേശിപ്പിക്കുന്നതിൽ, അത് പ്രചരിപ്പിക്കുന്നതിൽ ചിലരെല്ലാം അതിശക്തിയായ കമ്മ്യൂണിസ്റ്റ് വിരോധം വ്യക്തിപരമായിട്ട് തന്നെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി. അപ്പം ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നതിന് സഖാവ് ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുക. അത്തരം കേസ് സംബന്ധമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള ബന്ധങ്ങൾ അത് അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് സെക്രട്ടേറിയറ്റ് കാണുന്നത്. സഖാവ് പിണറായി തന്നെ 26-ാം തീയതി ഇത്തരം ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം
ഇങ്ങനെയാണ് പ്രശ്നങ്ങളായിട്ട് വരിക എന്ന് അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് ഞങ്ങൾ പൊതുവായിട്ട് ചർച്ച ചെയ്തപ്പോഴത് ശരിയാണ്. നന്ദകുമാറുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ മുമ്പേ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സഖാവ് ജയരാജനും ചൂണ്ടിക്കാണിച്ചത്. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. എന്താണ് ആ ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല. കാരണം എന്താ പറഞ്ഞാൽ അതിലുണ്ടായ സംഭവം ഇങ്ങനെയാണ്. ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് തലേ ദിവസം തന്നെ 25-ാം തീയതിയും ചോദിച്ചിട്ടുണ്ട്, 26-നും ചോദിച്ചിട്ടുണ്ട്. അതിന് ഉള്ള കാര്യം വസ്തുതാപരമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ പറയാൻ പാടില്ല, കളവേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ ഒരു നിലപാടാണ്. കളവെന്നെ പറയാനായിരുന്നു എന്നുള്ളതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താ എങ്ങനെയാണ് വന്നത് കണ്ടതൊക്കെ കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനേ പാടില്ല, കാണാനേ പാടില്ല എന്നുള്ള എന്ത് രാഷ്ട്രീയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഒരു ദോഷം ചെയ്യില്ല, പാർട്ടിക്ക് ഒരു ദോഷം ചെയ്യില്ല. കാരണം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ല, മുഖ്യമന്ത്രി അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എവിടുന്നാണ് കണ്ടത്. ഞാൻ കണ്ടല്ലോ ഈ കഴിഞ്ഞ 24-ാം തീയതി പോകുമ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ. പക്ഷേ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് അയാളൊരു ഭാഗത്തിരുന്നു, ഞാൻ വേറൊരു ഭാഗത്തിരുന്നു. അതെ, അങ്ങനെ തന്നെ കാണുള്ളൂ. വേറെ എങ്ങനെ കാണുള്ളൂ? ഇത് അതേ ഫ്ലൈറ്റിൽ നിന്ന് വന്ന് കണ്ടു, നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു, അത്രയും വ്യത്യാസം. ആ, വേറെ അധികം വിശദീകരണത്തിന് പ്രശ്നമില്ല. നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവാതെ എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട ഞങ്ങളെ ചിലവിൽ നടത്തണമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. ആ, നിങ്ങൾ പറ, ചോദിക്കും, ഓരോരാളായി ചോദിക്കും. അത് അന്നും രാഷ്ട്രീയം തന്നെ. ഓ, അതും ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇദ്ദേഹം അവിടെ പോയി നേരിട്ട് കാണാൻ പോയതാ. ഇതിലേ പോവുകയായിരുന്നു, പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് ജാവദേക്കറും പറഞ്ഞത്, അത് തന്നെയാണ് ജയരാജനും പറഞ്ഞത്. അത്ര നിഷ്കളാണ്, അത്ര നിഷ്കളങ്കമാണ്. പോരെ, അതൊക്കെ ഒരു ശുദ്ധ അസംബന്ധമാണ്. അതല്ലേ കേസ് കൊടുക്കാൻ പറഞ്ഞത്. അസംബന്ധം പറഞ്ഞതിനല്ല കേസ്. തെറ്റായ വിശദീകരണം നൽകിയിട്ടുള്ള ഇവരെല്ലാം നിലപാടിനെ ശക്തിയായിട്ട് നിയമപരമായിട്ട് നേരിടും. ഇല്ലില്ല, ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ശുദ്ധ കളവ് പറയായിരുന്നു, ശോഭയെ ഉൾപ്പെടെ. ഓ, ലീഗൽ ആക്ഷൻ. അതാ പറഞ്ഞേ, ലീഗ് ശോഭ ഉൾപ്പെടെ. ദുഷ്ടലാക്കുകളൊന്നും കാണുന്നില്ല. വേറെ എന്തെങ്കിലും ദുഷ്ടലാക്ക് വന്നിരിക്കുന്നു. ഓ, അതുകൊണ്ടാണ്. എന്ത് നടപടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഞാനാ ഉത്തരവാദി? ഞങ്ങൾ നടപടിയെടുക്കാതെ സംഘടനാപരമായി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ നടപടിയെടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള നടപടിയെടുക്കേണ്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലില്ലല്ലോ ഇപ്പോഴും. ഇദ്ദേഹം ജാവദേക്കറെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു, കണ്ടു എന്ന് ജാവദേക്കറും പറഞ്ഞു. ഞങ്ങൾ കാര്യങ്ങളൊന്നും വേറെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് അവിടെ കയറി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തിരഞ്ഞെടുപ്പ്, ഒരു പരിപാടിക്ക് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു. അത് 1 കൊല്ലം മുമ്പുള്ളതാണ്. ആ സമയത്തായിരുന്നു വന്നത്. അത് ഞാൻ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്ന് പറയുന്ന നൽകിയാണ്ടായിരുന്നു. ഡൽഹിയെ കുറിച്ചെന്ന് പറയുന്നത് ഒന്ന് ശുദ്ധാസംബന്ധമാണ്. അതായത് ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. അതിന് അനുവാദം കൊടുത്തിരിക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അനുവാദം കൊടുത്തിരിക്കുന്നു. ആക്കെ വെറുതെ കഥ പറയുന്നതാണെന്നും. കഥയാണ്, തിരക്കഥ. ആര് അതേന്ന് എന്തും പറയുന്നതിന് യാതൊരു മടിയില്ലാതെ കുറേ ആൾ എന്തെങ്കിലും പറയുന്നതിന് നമ്മൾ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? മുഖ്യമന്ത്രി വിളിച്ചിട്ട് ഇങ്ങോട്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയാണ്. ആരൊക്കെയാ തിരക്കഥ എന്നല്ല നിങ്ങൾ കണ്ടുപിടിച്ചു. നന്ദകുമാർ തള്ളി പറഞ്ഞല്ലോ, ഫ്രോഡാണ് ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? അത് നിങ്ങൾക്ക് ഈ തള്ളി പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ആ, വലിയ പ്രചരണമുണ്ട്. അതിപ്പോൾ ശരിയല്ലേ? ഇന്നും പോയല്ലോ. അതിനടക്ക് പിന്നെ ഇതെന്താ കാര്യമെന്ന്
ജയരാജൻ ബി ജെ പിയിലേക്ക് പോയിട്ടില്ലല്ലോ, പോകാൻ പോയിട്ടുമില്ല, പോകുന്നതിന് ഉദ്ദേശിച്ചിട്ടില്ല. അത്രയും കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ സംശയം? വെറുതെ നിങ്ങൾ കുറേ ആൾ സംശയിച്ച് നടക്കുക, എന്നിട്ട് ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി വൈകുന്നേരം അങ്ങനെ പോയിട്ടുണ്ടോ ഇങ്ങനെ പോയിട്ടില്ലയോ. പ്രതിപക്ഷ നേതാവ് പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല എന്ന്. അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയണ്ട. ആ അല്ല, പാർട്ടി നയപരമായ ഒരു കാര്യമല്ലല്ലോ അത്. ഒരു ദിവസം ഒരാൾ രാവിലെ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടത് അത് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? അതൊന്നുമില്ല. അതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല, റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ? ഇല്ല, രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെമായ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയോട് റിപ്പോർട്ട് ചെയ്യണം. അതൊന്നുമില്ലാതെ ഒരാൾ ചാവടിക്കാൻ പോകുന്ന വഴിക്കോ കയറിയതിന് വേറെ നിങ്ങൾ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലല്ല, അത് രണ്ടാണ്. രണ്ടും ഒന്നാക്കണ്ട. അത് നിങ്ങളുടെ താല്പര്യമാണ്. പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിക്കൊണ്ട് പോയി ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം ഭക്ഷിച്ച ആൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ബി ജെ പി ആയിട്ട് മാറുന്നു. അതിൽ മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് പ്രേമേന്ദ്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഭക്ഷണം അതിങ്ങനെ നിർദോഷമായ രീതിയിൽ ഭക്ഷണം കൊടുത്തതല്ല. അത് നേരത്തെ പറഞ്ഞത് ഇതും രണ്ടും കൂട്ടിച്ചേർക്കണ്ട, കൂട്ടിക്കണ്ട. എൻ്റെ വീട്ടിൽ വന്നാലും സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ എന്താ വേണ്ടത് അന്നേരം ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, ഇല്ലാതെ കാര്യം വെറുതെ ചോദിക്കുക, എന്നിട്ട് അതിന് ഇല്ലാതെ ഉത്തരം പറയിപ്പിക്കുക. ആവശ്യമില്ലാതെ വല്ല കാര്യമായിട്ട് വേണ്ട വല്ല കാര്യം. അതായത് ഇല്ലാതൊരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് ഇല്ലാതൊരു ഉത്തരം ഞാൻ പറയുക, എന്നിട്ട് ആ ഇല്ലാതെ ഉത്തരം നാളെ പത്രത്തിൽ വലിയ പണ്ടൊക്കെ തലക്കെട്ട് പോകുന്ന മാറ്റി ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ആര് അത് വിഷ്ണുനോട് തന്നെ ചോദിച്ചാൽ വിഷ്ണു ബോധ്യമാവും. കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ വിഷ്ണു മനസ്സിലാവും, ബോധ്യപ്പെടുന്നത്. അത് നിങ്ങളുടെ കഥയല്ലേ, അത് നിങ്ങളെന്നെ എഴുതിയാൽ മതി. ആ ജൂനിയറോ സീനിയറോ നോക്കിയിട്ടൊന്നുമല്ലല്ലോ പാർട്ടിയും സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആകുന്നു. അതുകൊണ്ട് അതെല്ലാം പണ്ടേ കഴിഞ്ഞു പോയ കുറേ കാലങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് അതിലൊന്നും യാതൊരു പ്രസക്തിയില്ല. എൻ്റെ ജാതിയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നയിക്കുന്ന ജാതിയല്ലേ, അപ്പോൾ ഞാനല്ലേ അതിൽ പങ്കെടുക്കേണ്ടത്. ബാക്കി ആരൊക്കെ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ട് അവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അന്നേ പറഞ്ഞാൽ അതില്ല മറുപടി. ജയരാജൻ അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. പോരെ? ആ ആ ഇത് ഈ പ്രചരണം നടന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന് എന്താ പറയുക, ഷാഫിന് എന്താ പറയുക? ഷാഫി വർഗീയ പാർട്ടിയാ? അല്ല, മറ്റേ അതാണ് ചോദിക്കുന്നത്. ശൈല ടീച്ചറെ പറ്റി തന്നെ ഇവരെല്ലാം ചേർന്നിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ നമ്മുടെ രേഖ കൃത്രിമം ഉണ്ടാക്കിയ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആരാണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ കാര്യം. അങ്ങനെ പറയുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായല്ലോ. അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടുണ്ടാക്കുന്നതിനാ. അപ്പോൾ കോൺഗ്രസിനെ നമ്മൾ വർഗീയ പാർട്ടിയാണെന്ന് പറയുമോ? എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ. പാലക്കാടോ? അല്ല, പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ബി ജെ പിനെ സഹായിക്കുക എന്നുള്ളതാണ് ഷാഫിയുടെ ഉത്തരം. എവിടെ? വോട്ട് മറിക്കാൻ വേണ്ടിയില്ല ഈ പണിയിൽ നടത്തുന്നത്. പറയുന്നതിനാ അതിനെ പറയുന്നത്. ലോക്സഭയിൽ തന്നെ വോട്ട് മറിക്കാൻ ആവശ്യമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. അവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല, എണ്ണം പറയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏതായാലും നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, 2 അക്കൗണ്ടായാലേ ഭൂരിപക്ഷമാവുള്ളൂ. അപ്പോൾ ഭൂരിപക്ഷം സീറ്റും ഇടതുപക്ഷ നേതൃത്വം കൂടി ജയിക്കും. അതെല്ലാം കിടക്കും. ആര്? ബി ജെ പി ജയിക്കില്ല, എവിടെയും ജയിക്കില്ല. ബി ജെ പിക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല കേരളത്തിൽ. അവർക്ക് പരമാവധി കിട്ടിയ 28% വോട്ട്. അത് മുമ്പേ പ്രചരിക്കുന്നുണ്ടല്ലോ. പ്രധാനമന്ത്രി തന്നെ പ്രചരിപ്പിച്ചിട്ടില്ലേ? അതിനപ്പുറം ആരാ പ്രചരിപ്പിക്കേണ്ടത്? അവിടെ തൂക്കും. വടകര പേടിയൊന്നുമില്ല. വടകര നല്ല ഉറച്ച ധൈര്യമാണ്. അല്ല, അങ്ങനെയാണ് നമ്മൾ തൂക്കുന്നില്ല പറയാം. തൂക്കുമെന്ന് പറയുന്നില്ല. ഇതെല്ലാം ചെയ്താലും വടകര ജയിക്കും. പോരെ? ഇനി പറയുക ആദ്യം ജയിക്കുന്ന വടകരയാണ്. ആറ്റിങ്ങലും ചെയ്യും. ആറ്റിങ്ങൽ പറയുമ്പോൾ ആറ്റിങ്ങൽ ആദ്യം ജയിക്കും. വടകര പറയുമ്പോൾ വടകര ജയിക്കും.
ദേശീയ ദേശീയപാത ദേശീയ പാർട്ടി എന്ന രീതിയിലുള്ള പദവി ഇപ്പം തന്നെ നിലവിലുണ്ടല്ലോ. പിന്നെ എന്തിനാ അതിന് കിട്ടാൻ വേണ്ടി വേറെ നടക്കുന്നു? അതെന്ത് ഏകേവനോട് ചോദിച്ചാൽ മതി കാര്യം. ഞങ്ങൾക്ക് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ദേശീയ പദവിയുണ്ട്. ഇനി അതിനെ ശക്തിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. ആ അല്ലല്ല, ഞങ്ങൾ അങ്ങനെ തെറ്റായെന്ന് പറയില്ലാന്ന്. വ്യക്തിപരമായിട്ട് ഒരാളെ കണ്ടാൽ അതൊക്കെ തെറ്റായി പോയി എന്ന് പറയേണ്ട എന്ത് ഭ്രാന്തമുള്ളൂ. ഇതൊരു സാമൂഹിക ജീവിതത്തിലെ സാംസ്കാരിക മൂല്യമുള്ള ഒരു രാഷ്ട്രീയമല്ലേ നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാളെ കണ്ട ഉടനെ തന്നെ ആ രാഷ്ട്രീയം അതിൽ അവസാനിച്ചു പോകുന്നു കാണുന്നതിൽ എന്തൊരു തെറ്റായ വിശകലനമാണ്. ഇല്ല, അങ്ങനെ എപ്പോഴും പെടുന്നില്ല, ചിലപ്പോഴും മാത്രമേ. എപ്പോഴൊന്നുമില്ല, അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹാക്കളെ സംബന്ധിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജയരാജൻ തന്നെ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നതിനിടയിൽ ചില ശരിയാണ് ഭൂരിപക്ഷം ഉണ്ടാകുക, ചിലപ്പോൾ തെറ്റും. ആ തെറ്റ് തിരുത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി കാണുന്നത്. ആര് ആയിക്കോട്ടെ. അല്ല, അതാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ ബോർഡുകളുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, ആ ബന്ധം തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടരില്ല, ആരും കണ്ടാലും കുഴപ്പമില്ല. ജാവേദ്കർ മാത്രമല്ല, ഇപ്പോൾ പ്രധാനമന്ത്രിയെ പോകുന്ന സമയത്ത് കാണുന്നു. കണ്ടാലത്തെ കുഴപ്പം ഏറ്റവും വലിയ വർഗീയവാദിയുടെ പട്ടികയിലാണ് ഇവരെല്ലാം ഉൾപ്പെടുന്നത്. RSSൻ്റെ BJPയുടെ സംഘപരിവാറിൻ്റെ ആളുകൾ. അവരെല്ലാം കണ്ടാൽ പിന്നെ മിണ്ടാൻ പാടില്ല, കാണാൻ പാടില്ല, ദൂഹ്യം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയായ ഒരു രാഷ്ട്രീയമല്ല. അത് രാഷ്ട്രീയ സംസ്കാരമല്ല. നമ്മളെല്ലാം എല്ലാ BJPക്കാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും BJP നേതാക്കന്മാരെയും എല്ലാം എപ്പോഴും ഇപ്പോൾ മുമ്പെല്ലാം ചർച്ചയ്ക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും പല സന്ദർഭങ്ങളിലും കാണുന്നുണ്ട്. കണ്ടാൽ എന്താ ഇപ്പോൾ ഇതിനിടെ മനോരമയിൽ ഒരു പരിപാടി ഉണ്ടായിരിക്കും. ഈ ഇലക്ഷൻ്റെ തൊട്ട് തലേദിവസം മറ്റോ മൂന്നാളുണ്ടായിരിക്കും. കൃഷ്ണദാസും ഉണ്ടായിരുന്നു, M. വാസനും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. എത്ര സൗഹൃദപരമായിരുന്നു ഞങ്ങളുടെ സംഭാഷണം. പക്ഷേ സംഭാഷണമൊക്കെ വളരെ കറക്റ്റാണ്. പക്ഷേ രാഷ്ട്രീയം വരുമ്പോൾ കർശനമായ നിലപാട് സ്വീകരിക്കും. അത് അവർക്ക് മൂന്നാൾക്കും അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും. അതിനെന്തിനാണ് ഇങ്ങനെ വല്ലാതെ ബേജാറാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ. അതിനെപ്പറ്റി നിങ്ങളിപ്പം പറയണ്ട. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ആവശ്യമില്ലാതെ കഥയുണ്ടാക്കണ്ട. 4-ാം തീയതിക്ക് ശേഷം BJPയുടെ ഗവൺമെൻറ് തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതിനെ പറ്റി വലുതായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം വരുന്നില്ല. ഉണ്ടാ ചർച്ച? ഇല്ലില്ല, അവരെ പോലുള്ള ആൾ നമ്മൾ CPM ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്താണ് അവരെല്ലാം. എല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇന്ത്യ അപ്പുറത്തുള്ളവരാണ് അവരൊക്കെ. അതെന്താ പറഞ്ഞാൽ പോളിങ് താമസിച്ചു എന്നുള്ളത് ശരിയാ. പല സ്ഥലത്തും അതിപ്പോൾ UDFകാരെ കണ്ടുപിടിച്ചത് അവരെ ബൂത്തിൽ മാത്രമാണ് താമസിക്കുന്നത്. എല്ലാ ബൂത്തിലും താമസിച്ചിട്ടുണ്ട്. മിക്കവാറും ബൂത്തുകളിൽ ഈ പോളിങ് താമസിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ സാങ്കേതിക പ്രശ്നമാണ്. ആ ബീം ശരിയായ രീതിയിൽ വരുന്നതിന് സമയം പിടിക്കുന്നു അധികം. അതാണ്. അല്ല, അവർക്ക് മനസ്സിലായി. അവർ 20 സീറ്റാണല്ലോ. അവർക്ക് 20 സീറ്റിൽ നിന്ന് ഒന്ന് കുറഞ്ഞാൽ UDFൻ്റെയും മനോരമ അതിൻ്റെ സഖ്യകക്ഷിയാണല്ലോ. മനോരമയും മാതൃഭൂമിയെല്ലാം ഇവരെ സഖ്യകക്ഷികളാണ് UDFൻ്റെ. അവർക്കുള്ള ക്ഷീണം വളരെ വലുതായിരിക്കും. ആ എന്താ പെട്ടിട്ടുണ്ട്. ജാഗ്രത കുറവുണ്ടായില്ല. ആ ഡ്രൈവറെയാണ് ജാഗ്രത കുറവുണ്ടായത്. അദ്ദേഹത്തിനെതിരായിട്ട് മുമ്പ് ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ആ ഡ്രൈവർക്ക്. അപ്പോൾ ആ ഡ്രൈവർ ശരിയല്ലാത്ത രീതിയിലുള്ള ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നം അത്. അപ്പോഴാണ് ചോദ്യം ചെയ്യാൻ പോയത്. അതിൽ വേറെ ജാഗ്രത കുറവൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഓരോരാൾക്കും ഓരോ ന്യായം ഉണ്ടാവും. ചില ആളെന്തുകൊണ്ടാണ് അപ്പം തന്നെ തടയാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നമ്മളോട് പറയാം. ഇങ്ങനെ ഒരു ആംഗ്യം കാണിച്ചതിന് ശേഷം മേയറും അതുപോലെ MLA ഇരിക്കുന്ന ഒരു കാറ് അതിനെ എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ട് പോകാൻ അനുവദിച്ചത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി നിങ്ങളെല്ലാം ആത്മനിഷ്ഠമായ ചോദ്യം ചോദിക്കുകയാണ്. ഒരു കാര്യം ഉണ്ടായാൽ ആ കാര്യത്തിൻ്റെ ഒപ്പം തന്നെയാണ് കാര്യങ്ങൾ തുടർന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. അത് നമ്മൾ കണ്ടോളണം.
ആ കാറ് നിർത്തുന്നൊന്നുമില്ല, അവിടെ നിർത്തിയെടുക്കുന്ന പോയിട്ട് സംസാരിക്കുകയാണ്. വേറെ കാറുകൾ നിർത്തിയിട്ടൊന്നുമില്ല, ഓവർടേക്കൊന്നും. അതിലാണ് എല്ലാവരും ദൃശ്യം കണ്ടിട്ടുണ്ട്, ദൃശ്യമെല്ലാം കാണുന്നുണ്ട് എല്ലാവരും. ഇറക്കി വിട്ടിട്ടുണ്ട്. അതിൽ അവമാനിക്കുന്ന പ്രശ്നം അതുകൊണ്ടാണ് ഇടപെട്ടത്. ആ ഇടപെടൽ വേണ്ടി തന്നെയാണ്, ഇടപെട്ടുകയും ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതിലിപ്പോൾ ആരെയും നമ്മൾ വേറെ കുറ്റവിമുക്തമാക്കേണ്ടതോ കുറ്റപ്പെടുത്തേണ്ടതോ ഇല്ല. എല്ലാ സംഭവം ഉണ്ടായി, ആ സംഭവത്തിൽ അപ്പോൾ തന്നെ ഇടപെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ മനസ്സിലായി, കേസ് പോയി. അത്രയേ ഉള്ളൂ. മറുപടി വേണം. എന്തേ നടപടി? എന്നാ പരാതി? അല്ല എന്നാ പരാതി? എന്താ അവമാനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പരാതിയാവുമോ? അവമാനിച്ചു എന്ന് പറഞ്ഞാലേ പരാതിയാവുള്ളൂ. പിന്നെ അവമാനിച്ചു എന്നുള്ള പരാതി, അവമാനിച്ചിട്ടില്ല എന്നുള്ള പരാതി രണ്ടെണ്ണം വന്നാൽ ഉറപ്പല്ലേ അതെടുക്കൂലെന്ന്? വെറുതെ പറയുന്ന ട്രിപ്പ് പോകണം. അതില്ലേ ബസ് അത് തടഞ്ഞിട്ടാണല്ലോ ചോദിച്ചത്. അതെല്ലാവരും കണ്ടതല്ലേ ചോദിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പോയി ചോദിക്കുന്നത് എല്ലാവരും കണ്ടെയാണ്. അതിൽ പിന്നെ എന്താ പറയുക പ്രശ്നം? ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടത്തട്ടെ. ഇനി അന്വേഷണം നടത്തിയൊന്നും ശരിയല്ലെങ്കിൽ പോട്ടെ, നമുക്കെന്നിട്ടിപ്പോൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നതിന് നിങ്ങളെന്തിനാ തടസ്സം നിൽക്കുന്നതെന്ന് വേണ്ടല്ലോ. തടസ്സം വേണ്ട. അല്ലെങ്കിൽ എപ്പോൾ ഫോൺ കുറഞ്ഞു അല്ല, ഏത് സമയത്തെങ്കിലും ഈ ഫോൺ കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. രാഷ്ട്രീയ അത് ഇന്ന് പിന്നെ ആരും ചോദിച്ചില്ല അങ്ങനെ. അതുകൊണ്ട് കൂടി അപ്പോൾ താത്വികമായി എന്തെങ്കിലും പറയേണ്ടി വരുന്ന ഘട്ടം വരുമ്പോഴല്ലേ വേണ്ടു അല്ലേ? അത് നിങ്ങളാരും ചോദിച്ചില്ല. ഭയങ്കര ചൂടാണ്. റിസൾട്ട് ദേശീയ തലത്തിലോ? അത് പറഞ്ഞു. അത് സത്യമാണ്. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യവുമായുള്ള മനസ്സിൻ്റെ പൊരുത്തം, അതാണ് സത്യം. അപ്പോഴേ അത് സത്യം പൂർണ്ണമാവുള്ളൂ. ഇപ്പോൾ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായി, പക്ഷെ എന്തില്ല, ബോധവുമായിട്ടുള്ള പൊരുത്തമില്ല. ആ പൊരുത്തം എപ്പോഴാണോ വരുന്നത് അപ്പോൾ സത്യമായി. ഭയങ്കര ചൂടാ.